ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സേനാപതി വേണു കൂടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ സേനാപതി വേണു, KPCCയുടെ സർക്കുലറിൽ ഈ പത്രം മാപ്പ് പറഞ്ഞ വിഷയമടക്കം എടുത്ത് കൊണ്ടുവരികയാണ്. അത് മാത്രമല്ല, ഇതൊരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മൗദൂദി PV അൻവർ ആ വാദങ്ങളെ KPCCയിൽ പ്രതിഫലിക്കുന്നതിൻ്റെ സർക്കുലറിൽ. ഇതാണ് പ്രധാന ആരോപണമായി ഉയരുന്നത്. സേനാപതി വേണു. അജിംസെ, അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിന്ദു ദിനപത്രത്തിൽ മലപ്പുറത്തെ പരാമർശിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലാണ്. ഇത് വാർത്ത വന്നു എന്നുള്ളത് ശരിയാണല്ലോ. വാർത്ത വന്നുവെങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി പറഞ്ഞതായിരിക്കണം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മറ്റൊരാൾ പറഞ്ഞതായിരിക്കണം. കേൾക്ക്. ഇനി അതല്ല എങ്കിൽ ഇത് ശൂന്യാകാശത്തു നിന്ന് വരാൻ പറ്റത്തില്ലല്ലോ. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി എടുക്കുന്ന പോലെ ഇങ്ങനെ ഒരു വാർത്ത വരാൻ പറ്റത്തില്ല. ഈ വാർത്തയ്ക്ക് പിന്നിൽ സംബടി വാസ്തയർ അതാരാണ്? ഒന്നുകിൽ മുഖ്യമന്ത്രി കൊടുത്ത അഭിമുഖം, അതല്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മറ്റാരോ കൊടുത്ത അഭിമുഖം. പത്രം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? പത്രം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന രീതിയിൽ. പക്ഷെ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാരാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഈ അക്ഷരങ്ങളിലല്ല, അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദ ഹിന്ദു എന്നത് ഇന്ത്യയിലെ വളരെ ക്രെഡിബിൾ ആയ ഒരു പത്രമാണ്, നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ ആ പത്രം പറയുകയാണ്, ഞങ്ങൾക്ക് തന്ന അഭിമുഖത്തിലില്ല, ബാക്കിയുള്ളവ ഈ ആരോ പറഞ്ഞത് പ്രകാരം ആഡ് ചെയ്തതാണ്, അതിനാണ് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നതെന്ന് പറഞ്ഞു ആ പത്രം. പിന്നെ എങ്ങനെയാണ് സേനാപതി വേണു ഈ അജിംസ ഈ ആരോ എന്നുള്ളത് സംബടി ബിഹൈൻഡ് ഇറ്റ്, അതാരാണെന്ന് അറിയണമല്ലോ. അത് അറിയാത്ത മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ല അല്ലേ? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ലല്ലോ. അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മുഖ്യമന്ത്രിക്ക് വേണ്ടി അത് അവിടെ PR ആയിട്ട് വന്നിരിക്കുന്ന TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യം ഉൾപ്പെടെ. അപ്പൊ അവർക്കത് അറിവുണ്ട്. അവരത് വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തതല്ലല്ലോ വിഭൂതി എടുക്കുന്ന പോലെ. അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയേണ്ടത് എന്ന കാര്യം എന്ന നിലയിൽ അവരാണത് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹത്തിന്റെ PR വർക്കുമായിട്ട് നടക്കുന്ന സംഘത്തിനാണ്. നമുക്ക് KL ചോദിക്കാം. KL ഈ സേനാപതി വേണുവിന് സംശയം പറയുന്നതാണല്ലോ, നമ്മൾ പറയുന്നതാണല്ലോ. പക്ഷേ സേനാപതി വേണു, ഞാൻ തിരിച്ചെത്താം. ശ്രീ സേനാപതി, ഞാൻ തിരിച്ചെത്താം അനിൽകുമാറിലേക്ക്. അനിൽകുമാർ, അദ്ദേഹത്തിന്റെ സംശയം തീരുന്നില്ല. അല്ല, മുഖ്യമന്ത്രിയുടെ ആഫീസ് കള്ളക്കടത്ത് നടത്തിയെന്ന് പ്രചരിപ്പിച്ചപ്പോൾ ഇവർക്കാർക്കും ഒരു ചോദ്യം ഇല്ലായിരുന്നല്ലോ. അതിന്റെ തെളിവുണ്ടോ ഇവർ ചോദിച്ചോ? മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് കള്ളക്കടത്ത് സ്വർണം കിട്ടാൻ വേണ്ടി വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവര് തെളിവ് ചോദിച്ചോ? അന്നൊന്നും ചോദിക്കാത്ത തെളിവ് ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നതിനാണ്. നിങ്ങൾ തെളിവ് തപ്പുന്നതിന് ഒരു തെളിവ് ഞാൻ അങ്ങോട്ട് തരാം. കേരള പോലീസ് സെപ്റ്റംബർ 12 അവരുടെ വെബ്സൈറ്റിൽ 5 കൊല്ലക്കാലം പിടിച്ച സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ മലപ്പുറം ജില്ലയുടെ കണക്കുണ്ട്. എന്തിനാ കണക്ക് പറയിപ്പിച്ചത്? അത് അൻവർ കേരളത്തിലെ പോലീസിനെതിരായി ഈ പോലീസ് കള്ളക്കടത്തിന് സഹായിക്കുകയും പിടിക്കുന്ന സ്വർണം വിഴുങ്ങുകയും ചെയ്യുന്ന പോലീസാണെന്ന് പറഞ്ഞപ്പോ പോലീസിന് നിയമപരമായിട്ട് ഞങ്ങൾ തന്നെ ചെയ്തതെന്ന് പറയാൻ അവകാശമുണ്ട്. ആ പോലീസ് ഞങ്ങൾ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞ് സെപ്റ്റംബർ 12 പിടിച്ചതിന്റെ കണക്ക് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഉടനെ സെപ്റ്റംബർ 12 നിങ്ങളാരും പറഞ്ഞില്ലല്ലോ അയ്യോ മലപ്പുറം. ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോ അയ്യോ വിശ്വാസം തകർന്നു എന്നാരും പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ പറഞ്ഞത് ഖുർആന്റെ മറവിൽ കടത്തിന്ന്. ഇപ്പൊ എന്തായി? ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കണം, അത് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.